ആദ്യത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുധീഷ് ഡ്രൈവിങ്ങിലായിരിക്കുന്ന സമയത്ത് ഗായത്രി ഇങ്ങനെ സുധീഷിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സുധീഷ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. ആ സമയത്ത് സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വണ്ടി സൈഡിലോട്ട് മാറ്റി നിർത്തി ശേഷം സുധീഷ് ഫോൺ എടുക്കുകയാണ്. അങ്ങനെ സുധീഷ് ഫോൺ എടുക്കുന്ന സമയത്ത് ഗായത്രിയുടെ 12 മിസ് കോൾ ഉണ്ടാവും. ഇവളെന്തിനാ എനിക്ക് ഇങ്ങനെ അടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഫോൺ എടുക്കുകയാണ്. അങ്ങനെ ഹലോ ചോദിക്കുന്നുണ്ട് സുധീഷ്. ആ സമയത്ത് ഗായത്രി ഹലോ ചോദിക്കുകയാണ്. എന്നിട്ട് ഗായത്രി ചോദിക്കുന്നുണ്ട് ഞാൻ എത്രങ്ങാനും തവണ അടിച്ചു എന്ന് പറയണേ. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് ഞാൻ ഡ്രൈവിങ്ങിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് എന്ന് പറയണേ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി മുതൽ ഫോൺ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയും ഞാനത് കണ്ടിട്ടില്ല. ഗായത്രി പറയും സുധീഷ് ഇന്നലെ എന്തേ രാത്രി പാർട്ടിക്കിടയിൽ പോയത്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കി പലതും പറഞ്ഞു എന്ന് പറയണേ. പിന്നീട് സുധീഷ് പറയും നീ എന്താ എന്നെ നിൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് ചോദിക്കണേ. ആ സമയത്ത് ഗായത്രി പറയും സുധീഷ് എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ ചോദിക്കണേ. ഞാൻ സുധീഷിനെ ലവ് ചെയ്യുന്നു, അപ്പോൾ സുധീഷ് എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ. ഇത് കേൾക്കുന്ന സുധീഷ് ഇവൾ എന്തൊക്കെയായി പറയുന്നതെന്ന് മനസ്സിൽ കരുതാണ്. പിന്നീട് സുധീഷ് ഗായത്രിയോട് പറയും നീ ചെറിയ കുട്ടിയാണ്, ഞാൻ നിന്നെ ഒരു വെറുതെ ഒന്ന് സംസാരിച്ചതെന്നല്ലേ ഉള്ളൂ. ഗായത്രി പറയും ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. സുധീഷ് പറയും നീ ചെറിയ കുട്ടിയാണ്, നീ കോളേജ് പഠിക്കുന്ന പ്രായമാണ്, ഞാൻ ഒരു കാർ ഡ്രൈവറാണ്. ഗായത്രി ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ ചോദിക്കണേ. നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത്രമാത്രം ഫ്രണ്ട്ലി ആയി സംസാരിച്ചത്. അപ്പോൾ നിങ്ങളും അല്ലേ എന്നോട് ഫ്രണ്ട്ലി ആയി സംസാരിച്ചത്, ഇനി നിങ്ങൾ എന്നെ ഇഷ്ടമല്ലെന്ന് പറയരുത്. ഗായത്രി കരഞ്ഞുകൊണ്ടായിരിക്കും അത് പറയുന്നുണ്ടാവുക. ആ സമയത്ത് സുധീഷ് പറയും നീ കരയാതെ നിൽക്ക്, നീ ആ ചിന്തയിലെടുത്തിട്ടാണെന്ന് പറയുകയാണ്. ആ സമയത്ത് ഗായത്രി പറയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളോട് ഇഷ്ടമുണ്ടായത് കൊണ്ടാണ് ഞാൻ നികേഷിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചത്, നിങ്ങൾക്ക് വിളിച്ചത്. അവനോട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് നിൻ്റെ ഏട്ടനെ ഇഷ്ടമാണെന്ന്. പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോട് സംസാരിച്ചതല്ലേ. സുധീഷ് പറയും ഞാൻ നിന്നെ ഒരു ജസ്റ്റ് ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ സമയത്ത് ഗായത്രി പറയും പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് സംസാരിച്ചത്, ഞാനാണെങ്കിൽ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറയണേ. ഇത് കേൾക്കുന്ന സുധീഷിന് ദേഷ്യം വരുന്നു. ദേഷ്യത്തോടു കൂടി സുധീഷ് ഫോൺ കട്ട് ചെയ്യണം. ഗായത്രി പിന്നെയും സുധീഷിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ്. പിന്നെ ഗായത്രി വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗായത്രി കരയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.